ഗുഡ് മോർണിംഗ്. നമ്മൾ ഫിസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫിസിക്സ് പുതിയ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ വീക്കിൽ ലാസ്റ്റ് നമുക്ക് ആ മാത്സിൻ്റെ സർക്കിൾസ് ചാപ്റ്റർ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. കഴിഞ്ഞ ചാപ്റ്ററില്ലേ അത് ടെസ്റ്റ് പേപ്പർ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ ഒരു വീക്ക് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് പഠിക്കുക, സംശയിക്കുന്നത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ പഠിക്കാൻ പോകും. ഗ്രാവിറ്റേഷൻ എന്താണ്? ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയും. ഒരു ഭൂമിക്ക് ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടെന്നൊക്കെ പഠിച്ചു അല്ലേ. അതുകൊണ്ടാണ് എന്ത് വീണാലും എന്തൊക്കെ താഴെ ഭൂമിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ സംഭവിക്കും ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നമുക്ക് ഭൂമിയിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല. നമ്മൾ എയറിലിങ്ങനെ പൊന്തി നടന്നേനെ. അല്ലെങ്കിൽ മരങ്ങളും ഇതൊക്കെ ഈ തേങ്ങയും ചക്കയും മാങ്ങയൊക്കെ നിലത്തേക്ക് വീഴാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മളിത് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ലിഫ്റ്റ് എ സ്മോൾ സ്റ്റോൺ ടു എ സർട്ടൻ ഹൈറ്റ് ആൻഡ് ദെൻ ഡ്രോപ്പ് ഇറ്റ്. ഒരു ചെറിയ കല്ല് കുറച്ച് പൊക്കത്തിൽ വെച്ചിട്ട് നമ്മളതിനെ താഴത്തേക്ക് ഇടാണ്. ഓക്കെ, വാട്ട് ഡു യു ഒബ്സർവ്? ആ കല്ലിന് സംഭവിക്കും, നമ്മൾ ഒരു കല്ല് കുറച്ച് പൊക്കത്തിൽ വെക്കുക. ആ കല്ലിന് നമ്മൾ കൈ ആ കല്ലുമേന്ന് വിടുക. എന്ത് സംഭവിക്കുക? ആ കല്ല് താഴത്തേക്ക് വീഴോ മുകളിലേക്ക് പോവോ? താഴത്തേക്ക് വീഴും അല്ലേ. അത് എന്തുകൊണ്ടാണ് താഴത്തേക്ക് വീഴുന്നത്, മുകളിലേക്ക് പോകാണ്ട്? അങ്ങനെ നമ്മൾ ഐസക് ന്യൂട്ടൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഐസക് ന്യൂട്ടൻ ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? തലയിൽ ഒരു ആപ്പിൾ വീണു. അപ്പം പുള്ളി എനിക്കൊണ്ട് എന്താ തലയിൽ ആപ്പിൾ വീണിരിക്കുകയല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ പുള്ളി ബുദ്ധി വെച്ചാൽ പുള്ളി അനുസരിച്ച് എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ താഴത്തേക്ക് വീണത്, മുകളിലേക്ക് പോയിക്കൂടെ? എന്തുകൊണ്ടായിരിക്കും സാധനങ്ങളൊക്കെ താഴത്തേക്ക് വീഴുന്നത്? അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ ലോ കണ്ടുപിടിച്ചത്. ഐസക് ന്യൂട്ടൻ ആണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ ലോയുടെ ഉപജ്ഞാതാവ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ പഠിക്കും. നമുക്കറിയാം എന്തായാലും താഴത്തേക്ക് വീഴും അല്ലേ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫോളിങ് ഓഫ് ദ സ്റ്റോൺ? എന്തുകൊണ്ടാണ് ഈ സ്റ്റോൺ നിലത്തേക്ക് വീഴുന്നത്? കാരണം ഈ ഭൂമി എർത്ത് അല്ലേ, നമ്മൾ നിൽക്കണ ഭൂമി എല്ലാ ഒബ്ജക്ട്സിനെയും അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണത് താഴത്തേക്ക് വീഴാനുള്ള കാരണം. എന്ത് ചെയ്തു? നമ്മളൊരു സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞു അല്ലേ. ഒരു സ്റ്റോൺ നിങ്ങൾ മുകളിലേക്ക് എറിഞ്ഞു. ഞാൻ പോയ വഴിക്ക് പോകും മുകളിലേക്ക്? ഇല്ല. കുറച്ച് ദൂരം സഞ്ചരിച്ചുകൊണ്ട് തിരിച്ച് എന്ത് സംഭവിക്കും? തിരിച്ച് തന്നെ താഴത്തേക്ക് വീഴും അല്ലേ. അല്ലെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോയ റോക്കറ്റ് പോകുമ്പോൾ പോയി കഴിഞ്ഞാലോ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുക? പക്ഷെ തന്നെ പോവില്ല. എത്ര ദൂരം എറിഞ്ഞാലും അത് എന്ത് ചെയ്യും? താഴെ തന്നെ വീഴുക ചെയ്യും അല്ലേ. അല്ലെങ്കിൽ ക്രിക്കറ്റൊന്നും കളിക്കാൻ പറ്റിയില്ല. ഒരു ബോൾ അടിച്ച് ബാറ്റ് അടിക്കുമ്പോൾ ബോൾ വേറെ ലോകത്ത് പോയി കഴിഞ്ഞാൽ സംഭവിക്കും നമുക്ക് ക്രിക്കറ്റ് എന്നുള്ള കളിയെ കളിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുക? അതൊക്കെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓക്കെ, എന്താ ഈ ബോള് എന്തായാലും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും താഴത്തേക്ക് വീണിരിക്കും. വാട്ട് ഹാപ്പൻ ടു സ്പീഡ് ഓഫ് ദ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ത്രോൺ അപ്പ്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മുകളിലേക്ക് ഒരു കല്ല് എറിയുക, കുറച്ച് മുകളിലേക്ക് എത്തുമ്പോൾ സംഭവിക്കും മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, താഴത്തേക്ക് വരുന്ന കമ്പയർ ചെയ്തിട്ട് മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. താഴത്തേക്ക് നല്ല സ്പീഡിൽ വന്ന് പതിക്കും. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വേറെ വല്ല ഫോഴ്സും കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് താഴത്തേക്ക് വരുമ്പോൾ. നമ്മൾ ജസ്റ്റ് ഒരു ബോൾ അല്ലെങ്കിൽ കല്ല് നമ്മൾ മുകളിലേക്ക് വിടണം അല്ലേ. നമ്മൾ താഴത്തേക്ക് വരാനായിട്ട് നമ്മൾ മുകളിൽ നിന്ന് വല്ല ഫോഴ്സും താഴത്തേക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് താഴത്തേക്ക് വീഴുന്നത് അല്ലേ. പക്ഷെ സ്പീഡ് കൂടുതൽ താഴത്തേക്ക് വീഴുമ്പോഴായിരിക്കും. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ എക്സ്ട്രാ ഫോഴ്സ് ഒന്നും കൊടുക്കാണ്ട് തന്നെ സ്പീഡിൽ താഴത്തേക്ക് വീഴുന്നത്? കാരണം ആ ബോളിനെ നമ്മുടെ ഭൂമിനെ അട്രാക്ട് മാഗ്നറ്റ് പോലെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം പെട്ടെന്ന് തന്നെ ബോള് തിരിച്ച് താഴത്തേക്ക് വരും. ഏത് വസ്തുവിനെയായാലും ഭൂമി എന്ത് ചെയ്യും? എപ്പോഴും ഇങ്ങനെ അട്രാക്ട് ചെയ്യും. അതൊക്കെ എന്താണ്? മഴയൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് വീഴും, താഴത്തേക്ക് വീഴുന്നത്. ഈ റെയിൻ ഡ്രോപ്സിനൊക്കെ നമ്മുടെ ഭൂമി ഇങ്ങനെ ഒരു കാന്തം പോലെ തന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സാധനയായാലും. ഇറക്റ്റ് ആൻഡ് ഇൻവേർട്ടഡ് ഇസ് ആ ബോക്സ് നോക്കാം. അപ്പോൾ നമ്മൾ ഭൂമിയുടെ എവിടെ നിന്നാലും നമുക്ക് നേരെ നിൽക്കണ പോലെയായിരിക്കും തോന്നാം അല്ലേ. നമ്മളിങ്ങനെ ചിരിഞ്ഞ് നിൽക്കണ മാതിരി തോന്നാറുണ്ടോ? അല്ലെങ്കിൽ തലകുത്തി നിൽക്കണ പോലെയുടെ അവസ്ഥ നമുക്ക് വരാറുണ്ടോ? ഇല്ല. നമ്മൾ ഏത് മൂല പോയാലും ഏത് മുക്കിയിൽ പോയാലും നമ്മളെപ്പോഴും നിവർന്ന് തന്നെയായിരിക്കും നിൽക്കുക. അതാണ് ആ ഫസ്റ്റ് ഫിഗറിൽ കൊടുത്തേണ്ടത്. ഓക്കെ, ആ നിൽക്കണ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്? എത്ര ചെരുവിലാണെങ്കിലും അവർ ചെരിഞ്ഞല്ല നിൽക്കണേ. അവർക്ക് അവരുടെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കുട്ടിയുടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി നേരെയാണ്. ഇയാളുടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലോ അയാൾ നേരെയാണ്. ഇവിടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ നേരെയാണ്. ഭൂമിയുടെ പല സ്ഥലത്തേക്കും നമ്മൾ താഴത്തേക്ക് തലകുത്തി നിൽക്കാൻ പറ്റുമോ? ഇല്ല. എവിടെ പോയാലും നമ്മൾ എപ്പോഴും ഇറക്റ്റ് നേരെയായിരിക്കും നിൽക്കുക. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകുത്തി. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഭൂമിയുടെ എവിടെ പോയാലും നമ്മൾ നേരെ നിൽക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ എർത്തൊരു സർക്കുലർ ഷേപ്പ് അല്ലേ. അപ്പോൾ എർത്തിൻ്റെ പല പല സ്ഥലത്തേക്കും നമ്മൾ അങ്ങനെ തലകുത്തി പോകേണ്ടി വരും? ഇല്ല. എവിടെ പോയാലും നമ്മൾ നേരെയായിരിക്കും നിൽക്കാം അല്ലേ. എർത്തിൻ്റെ എവിടെ പോയാലും നമ്മൾ എല്ലാ മനുഷ്യരും നിൽക്കുന്നത് നേരെ തന്നെയാണ്. പല മനുഷ്യർ തലകുത്തി നിൽക്കുന്നുണ്ട്? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. Whether an object on earth stand erect or upside down is decided on the basis of the direction of gravity. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഡയറക്ഷനെ നമ്മൾ നോക്കിയിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. ഓക്കെ, എപ്പോഴും ഗ്രാവിറ്റി എങ്ങോട്ടായിരിക്കും? എപ്പോഴും ഗ്രാവിറ്റി ഭൂമിയുടെ സെൻറ്ററിലേക്ക് ആയിരിക്കും എപ്പോഴും ഗ്രാവിറ്റി ആക്ട് ചെയ്യുക. സ്പേസിൽ പോകുമ്പോൾ ഗ്രാവിറ്റി ഇല്ല. അതുകൊണ്ടാണ് സ്പേസിൽ എന്ത് സംഭവിക്കുന്നത്? മനുഷ്യർക്ക് പറന്ന് നടക്കാൻ പറ്റുന്നത്.
ഓക്കെ, അവിടെ നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല, കാരണം ഗ്രാവിറ്റി ഇല്ല. സ്പേസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, സ്പേസ് വീഡിയോസൊക്കെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. അവിടെ നമുക്ക് ഇങ്ങനെ പറന്ന് നടക്കാം, കാരണം എന്താ, ഗ്രാവിറ്റി ഇല്ല. ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നേരെ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേരെ നിൽക്കാൻ വരെ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ, ഗ്രാവിറ്റി എപ്പോഴും ഭൂമിയുടെ സെന്ററിലേക്ക് ആയിരിക്കും, താഴത്തേക്ക് ആയിരിക്കും ആക്ട് ചെയ്യുക, ഭൂമിയിലേക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ, ഒരു ഗ്രാവിറ്റേഷൻ പുൾ ഉണ്ടാവും. നമ്മൾ ഒരു വസ്തു നമ്മൾ ഈ ഭൂമിയായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് വലിക്കുന്നുണ്ട് താഴത്തേക്ക്, പുൾ. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്, അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ താഴത്തേക്കാണ്, അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ താഴത്തേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോയി നിന്നാലും എന്താ കാണിക്കുന്നത്, നമ്മൾ എവിടെയാണ് നിൽക്കണേ അതിന്റെ താഴത്തേക്ക് നമുക്കൊരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അനുഭവപ്പെടും. അതുകൊണ്ട് എവിടെ നിന്നാലും നമുക്ക് നേരെ നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ഓക്കെ, this is why you feel you are standing erect irrespective of the place you stand. എവിടെ നിന്നാലും നമുക്ക് നേരെ നിൽക്കാനേ പറ്റുള്ളൂ, കാരണം ഇറ്റ്സ് ഡ്യൂ ടു ദ ഗ്രാവിറ്റി. ഓക്കെ, from where does the stone get the required force for the acceleration? അപ്പോൾ നമ്മൾ ആ കല്ലെറിഞ്ഞ കാര്യത്തിൻ്റെ പറഞ്ഞതിൻ്റെ ബാക്കി ദിവസം ഞാൻ കണ്ടില്ല. എവിടെ നിന്നാണ് ഈ കല്ലിന് താഴത്തേക്ക് നല്ല സ്പീഡിൽ വരാനുള്ള ഫോഴ്സ് കിട്ടുന്നത്? എവിടെ നിന്നാണ്? എർത്തിൻ്റെ ഗ്രാവിറ്റേഷനും ഉണ്ട്. ഇനി വേറൊരു എക്സ്പെരിമെന്റ് ആണ്. ടൈ എ സ്റ്റോൺ ടു എ ത്രെഡ് ആൻഡ് സസ്പെൻഡ് ഇറ്റ് ഫ്രം എ സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, സ്പ്രിംഗ് ബാലൻസ് അറിയാലോ, സ്പ്രിംഗ് നമ്മൾ നോക്കണം. ഒരു സ്പ്രിംഗ് ഉണ്ടാവും, അപ്പോൾ നമ്മളൊരു വെയിറ്റ് വയ്ക്കും. അപ്പോൾ ആ സ്പ്രിങ്ങിന്റെ തൂക്കം, സ്പ്രിംഗ് എക്സ്പാൻഡ് ചെയ്യും. ഒരു വെയിറ്റ് ഇടുമ്പോൾ എന്ത് പറ്റും, ഒരു സ്പ്രിങ്ങിലേക്ക് നമ്മളൊരു വെയിറ്റ് ഇട്ട് കഴിഞ്ഞ് സംഭവിക്കും, സ്പ്രിംഗ് ഇങ്ങനെ വലിക്കും അല്ലേ. ആ വലിച്ചിട്ട് നോക്കിയിട്ട് എന്താ, മുമ്പ് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, ആ സ്പ്രിംഗ് എന്തോരം വലിഞ്ഞു എന്ന് നോക്കിയിട്ട് നമ്മൾ എന്താ അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ് ഇല്ലാത്തപ്പോൾ സ്പ്രിങ്ങിന്റെ റീഡിങ്ങും വെയിറ്റ് ഉള്ളപ്പോൾ സ്പ്രിങ്ങിന്റെ റീഡിങ് കൊടുക്കും, അത് രണ്ടും മൈനസ് ചെയ്യും, അപ്പോൾ നമുക്ക് വെയിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ സ്പ്രിംഗ് ബാലൻസ് അങ്ങനെ യൂസ് ചെയ്ത്. അപ്പോൾ ഈ സ്പ്രിംഗ് ബാലൻസിലേക്ക് നമ്മളൊരു കല്ല് കെട്ടിയിട്ടു. ഓക്കെ, എന്താ സംഭവിക്കുക, സ്പ്രിങ് ആ വെയിറ്റിനനുസരിച്ച് ഇങ്ങനെ താഴത്തേക്ക് വലിയും അല്ലേ. എന്തോ ഒരു വെയിറ്റ് ആണ് പറഞ്ഞാൽ അതിനനുസരിച്ച് വലിച്ചിട്ട് താഴത്തേക്ക്, ചെറിയ വെയിറ്റ് കല്ലാണെങ്കിൽ ചെറുതായിട്ട് വലിയും, വലിയ കല്ലാണെങ്കിൽ കുറേ ഇങ്ങോട്ട് താഴത്തേക്ക് വലിയും അല്ലേ. എന്തുകൊണ്ടാണ് ഈ താഴത്തേക്ക് പോണത്? സ്പ്രിങ് എന്തുകൊണ്ടാണ് വെയിറ്റ് ഇടുമ്പോൾ അത് താഴത്തേക്ക് പുള്ള് ചെയ്ത് ചെറിയ കല്ലിലാണെങ്കിൽ കുറച്ച് വലിയ കല്ലിലാണെങ്കിൽ കൂടുതൽ താഴത്തേക്ക് പോകും അല്ലേ. എന്തുകൊണ്ടാണ് ഒരു സംഭവം നടക്കുന്നത്? അത് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഫലമായിട്ടാണ് നടക്കുന്നത്. ദ എർത്ത് എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട്, ദ എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട്സ് ടുവേർഡ്സ് ഇറ്റ്സ് സെന്റർ. ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് കോൾഡ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. എർത്ത് എല്ലാ വസ്തുക്കളെയും ഭൂമിയുടെ സെന്ററിലേക്ക് ആകർഷിക്കുന്നു, അതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും താഴത്തേക്ക് പോകുന്നത്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഈ ഫോഴ്സിനെയാണ് പറയുന്നത് ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ഈ ഭൂമി എല്ലാ വസ്തുക്കളെയും കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ആ ഒരു ബലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പല സന്ദർഭങ്ങളിൽ ഉണ്ട്. എന്തൊക്കെയാണ് ഗ്രാവിറ്റിയുടെ എക്സാമ്പിൾ പറയുന്നത്? മാങ്ങ താഴത്തേക്ക് വീഴുന്നത്, ചക്ക താഴത്തേക്ക് വീഴുന്നത്, റെയിൻ ഡ്രോപ്സ് താഴത്തേക്ക് വീഴുന്നത്. അതേപോലെ തന്നെ ഈ എർത്തിന് ചുറ്റും സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. എർത്തിന് ചുറ്റും കുറേ ഉപഗ്രഹങ്ങൾ തന്നെ കറങ്ങുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം എന്താണ്? ഗ്രാവിറ്റിയാണ്. അത് താഴത്തേക്ക് വീഴൊന്നുമില്ല, അതെന്താ, എർത്തിന് ചുറ്റും കുറേ ഓർബിറ്റ്സിൽ സാറ്റലൈറ്റ്സ് നമ്മൾ കറക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ പല രാജ്യങ്ങളിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. കാരണം എന്താ, സാറ്റലൈറ്റിന്റെ നമ്മൾ ആ എർത്തിന് ചുറ്റും കുറച്ച് സാറ്റലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫോണിലൊക്കെ സിഗ്നൽ സാറ്റലൈറ്റിലേക്കാണ് പോണത്. സാറ്റലൈറ്റ് വഴിയാണ് പല രാജ്യങ്ങളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഒക്കെ നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ടെക്നോളജി ഇത്രയും ഹയസ്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യും, ഇത്രയും പെട്ടെന്ന് വളർച്ച ടെക്നോളജിക്ക് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാറ്റലൈറ്റ് ഒക്കെ വിക്ഷേപിക്കാൻ റോക്കറ്റിലൊക്കെ വിടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഈ എർത്തിന് ചുറ്റും കറങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് തന്നെ വേണം, അവിടെ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് തന്നെയാണ് അതിന് കാരണം. ഓക്കെ, take a stone of lower mass and another of slightly higher mass, suspend them one by one from a spring balance. നേരത്തെ പറഞ്ഞ കാര്യം, ഒരു കല്ല് ചെറിയ കല്ലിട്ട് സസ്പെൻഡ് ചെയ്യുക, ഒരു വലിയ കല്ലിട്ട് സസ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവം കാണാൻ പറ്റും? ചെറിയ കല്ലിടുമ്പോൾ ആ സ്പ്രിങ് കുറച്ച് വലിയുള്ളൂ, വലിയ കല്ലിടുമ്പോൾ ആ സ്പ്രിങ് കൂടുതൽ വലിയും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ മാസ് ഓഫ് ദ ബോഡി, മാസ് അല്ലെ, ആ കല്ലിൻ്റെ കനം, നമ്മളൊരു കനം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, താഴത്തേക്കുള്ള അതിൻ്റെ പുള്ളും കൂടും അല്ലേ. വെയിറ്റ് കൂടുന്നതനുസരിച്ച് പുള്ള് താഴത്തേക്ക് പോകും. അപ്പോൾ അതിനൊരു റിലേഷൻ ഉണ്ട്. അപ്പം നമ്മൾ മാസ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്, മാസ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, ആ വസ്തുവിൽ എന്തോ ഒരു പദാർത്ഥം ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ മാസ് ഓഫ് എ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പല മാസമാണ് അല്ലേ. ചെറിയ കല്ലിന് മാസ് കുറവായിരിക്കും, വലിയ കല്ലിന് മാസ് കൂടുതലായിരിക്കും. അപ്പം മാസ് എന്ന് പറയുന്നത് എന്താണ്, ആ വസ്തുവിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റിനൊക്കെ ഇക്വലൻ്റ് ആണ് മാസ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് പോലെ തന്നെയാണ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ആ വസ്തുവിൽ എന്തോ ഒരു പദാർത്ഥം ഉൾക്കൊണ്ടിട്ടുണ്ടോ അതിൻ്റെ വെയിറ്റ്. ഓക്കെ, അതിൻ്റെ ആ പദാർത്ഥത്തിൻ്റെ തൂക്കത്തിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്.
അപ്പോൾ മാസും വെയിറ്റും ഒക്കെ നമ്മൾ ഏകദേശം സെയിം ആയിട്ടാണ് പറയാം. ഓക്കെ, മാസ് ഓഫ് എ ബോഡി ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ മാസ് കൂടുന്തോറും എന്ത് സംഭവിക്കും? ഈ ഗ്രാവിറ്റേഷൻ പുള്ള് കൂടുതലായിരിക്കും. മാസ് കൂടുന്തോറും ഈ ഭൂമിയായിട്ടുള്ള അട്രാക്ഷൻ കൂടി കൂടി വരും. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഓക്കെ, from the activities you have done, you would have understood that the gravitational force depend on the mass of a body. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒരു വസ്തുവിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മാസ് കൂടുന്തോറും ഗ്രാവിറ്റേഷൻ പുള്ള് കൂടുതലായിരിക്കും അനുഭവപ്പെടുക. അതേപോലെ തന്നെ another factor which influences the force of gravity is distance between the object. പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു വസ്തു ഭൂമിയായിട്ടുള്ള കാര്യമാണ് പഠിച്ചത്. ഈ രണ്ട് വസ്തുക്കൾ, ഭൂമിയിൽ ഇരിക്കുന്ന രണ്ട് വസ്തുക്കൾക്ക് പരസ്പരം ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, പരസ്പരം ഒരു എന്തുണ്ട്? ഒരു അട്രാക്ഷൻ ഉണ്ട്. ഭൂമിയിൽ ഇരിക്കുന്ന രണ്ട് വസ്തുക്കൾക്ക് പരസ്പരം ഒരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ആ രണ്ട് വസ്തുക്കളുടെ വെയിറ്റും അതേപോലെ തന്നെ ആ രണ്ട് വസ്തുക്കൾ ഇരിക്കുന്ന ഡിസ്റ്റൻസും. അതിന് രണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷൻ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള രണ്ട് വസ്തുക്കൾ ചക്കയിൽ മാങ്ങ എടുക്കുക. ഓക്കെ, ഒരു ചക്ക, അതിൻ്റെ മാസ് M1 ആണ്. ഒരു മാങ്ങ, അതിൻ്റെ മാസ് നമുക്ക് M2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടും ഇരിക്കുന്നത് D എന്ന ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള അകലം D എന്ന ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. എന്താ പറയുന്നത്? ഇവർ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? ഈ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷനെ ബേസ് ചെയ്യണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ ഇതാണ് എന്താണ് ആരെ കണ്ടുപിടിച്ചത്? സർ ഐസക് ന്യൂട്ടൺ ഹു ഫോർമുലേറ്റഡ് എ ലോ കണക്റ്റിംഗ് ദീസ് ഫാക്ടേഴ്സ്. ഐസക് ന്യൂട്ടൺ തന്നെയാണ് ഈ ഒരു ലോയും കണ്ടുപിടിച്ചത്. ഓക്കെ, Isaac Newton arrived at the law of gravitation on the basis of observation made by Tycho Brahe, Kepler, Galileo and others. അപ്പോൾ പുള്ളി കുറേ പേരുടെ ഒബ്സർവേഷൻ ഒക്കെ നോക്കിയിട്ടാണ് ഫൈനലായിട്ട് ഇവർ ഗ്രാവിറ്റേഷൻ ലോയിലേക്ക് വന്നത്. Thereafter he put forward the universal law of gravitation which is applicable to all bodies in the universe. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള ഏതൊരു വസ്തുവിനും ഉണ്ടാവുന്ന ഗുരുത്വാകർഷണ ബലത്തിനെയാണ്. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഏതൊരു വസ്തുവിനും എന്തുണ്ടാവും പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സ് എല്ലാ വസ്തുക്കളും ഒരേപോലെ, ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കൾക്കൊക്കെ ഒരേപോലെ ആപ്ലിക്കബിൾ ആണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നോക്കാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് all bodies in the universe attract each other. The force of mutual attraction between two bodies is directly proportional to the product of their masses and inversely proportional to the square of the distance between them. അപ്പോൾ ഗലീലിയോ പറയുന്നത്, ഗലീലി അല്ല, ഐസക് ന്യൂട്ടൺ. ഓക്കെ, ഗലീലിയുടെ ഒക്കെ ഒബ്സർവേഷനൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഐസക് ന്യൂട്ടൺ ഫൈനലായിട്ട് ഈ ഒരു ലോയിലേക്ക് വന്നത്. മുമ്പ് കുറേ സയൻറ്റിസ്റ്റിന് അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് എന്താ ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആരുടെ സംഭാവനയാണ്? സർ ഐസക് ന്യൂട്ടൻ്റെ സംഭാവനയാണ്. ഐസക് ന്യൂട്ടൺ പറയുന്നത് ഭൂമിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ്, ഈ ലോകത്തിലുള്ള ഏത് രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്തുണ്ടാവും? ബോഡീസ്, ഏത് രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്തുണ്ടാവും? ഒരു അട്രാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആ അട്രാക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? അതാണ് പറയുന്നത് ഓൾ ബോഡീസ് ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. എല്ലാ വസ്തുക്കളും, ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അവരുടെ ആകർഷണ ബലം എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. എന്തിനൊക്കെയാണ്? ആ രണ്ട് ബോഡിയുടെ മാസിന്റെ പ്രൊഡക്ഷനെ. ഓക്കെ, ആ രണ്ട് ബോഡിയുടെ മാസിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ ഈ ബോഡിക്ക് M1 ആണ്, ഈ ബോഡിക്ക് M2 ആണ്. അപ്പൊ ഈ ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഓക്കെ, പ്രൊപ്പോർഷണൽ, ഇതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. പ്രൊപ്പോർഷണൽ, ഓക്കെ, അനുപാതമാണ്. എന്തിന് അനുപാതമാണ്? ഈ രണ്ട് മാസിന്റെ പ്രൊഡക്റ്റ് മീൻസ് M1 into M2. ഓക്കെ, M1 into M2. പിന്നെ 100 കിലോ ഉള്ളത് ഒരു 10 കിലോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? 100 into 10 ഇവരുടെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, 1000 കിലോ. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാസ് കൂടുന്നതനുസരിച്ച് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുന്നു. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് കൂടുന്നതനുസരിച്ച്, മാസ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കൂടുന്നു. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷന്റെ അർത്ഥം. മാസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫോഴ്സും കൂടുന്നു. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന്റെ മീനിങ്. ഇനി അതേപോലെ തന്നെ എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? Directly proportional to the product of their masses and inversely proportional to the square of the distance between them. ഇവരുടെ ഇടയിലുള്ള ഗ്യാപ്പ്, ഡിസ്റ്റൻസ്, ദൂരം അല്ലേ? അതിനെന്താണ്? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷണൽ ഇടാം. ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ 1/, എന്ന് പറയും. 1/d². ഇങ്ങനെ എഴുതുമ്പോഴാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇടുക, എന്നിട്ട് എഴുതാണ് പറഞ്ഞിട്ടുള്ളത് 1/, കൊടുക്കുക. Okay, it is inversely proportional to the square of the distance എന്നാണ് പറയുന്നത്. വെറും ഡിസ്റ്റൻസ് അല്ല, ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് എന്താണ്? പ്രൊപ്പോർഷൻ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ d കൂടുമ്പോൾ
എഫ് കുറയുന്നതാണ് അർത്ഥം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടും, മാസ് കൂടുമ്പോൾ ഫോഴ്സ് കൂടും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയും. ഓക്കെ, നമുക്ക് കുറേ ഡിസ്റ്റൻസ് ആയിരിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് കുറവായിരിക്കും. ഇപ്പം ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെയാണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുലയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിവേഴ്സൽ ലോ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ലോ പഠിക്കുക, ആ ലോ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് പ്രൊപ്പോർഷണൽ ടു എന്താ? ഇവിടെ m1 × m2 ആണ് അല്ലേ? m1 × m2. ഇവിടെ എഫ് പ്രൊപ്പോർഷണൽ ടു 1/t². അപ്പോൾ ഞാൻ രണ്ടിനും കമ്പൈൻ ചെയ്യാൻ പോകും. കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടും എഫ് തന്നെയാണ്. അപ്പോൾ രണ്ടും തന്നെയായിരിക്കണം, ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ് തന്നെ മുകളിൽ എന്ത് ചെയ്യാം? m1 × m2 അല്ലേ? ഇതാ ഇവിടെ 1 ആണ്. അപ്പോൾ വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ട. ഡിവൈഡഡ് ബൈ ഈ d² ആയി, d². അപ്പോൾ ഇതാണ് എന്താ പറയുന്നത്? ഒറ്റയടിക്ക് നമുക്ക് പറയാൻ ഇങ്ങനെ പറയാം. എന്താ? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. താഴെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിവൈഡഡ് ബൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മുകളിലുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും താഴെയുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ആ രണ്ട് വസ്തുക്കളുടെ മാസിന്റെ പ്രൊഡക്റ്റ് ഓക്കെ ഇൻഡുവിന് തുല്യവും എന്താ ഈ ഡിസ്റ്റൻസ് ദൂരത്തിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന അർത്ഥം. ഇപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് കൂടുമ്പോൾ ഫോഴ്സ് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അപ്പോൾ ആ രണ്ട് കാര്യം പഠിക്കണം. ഓക്കെ, നമ്മൾ ഇതിൽ നിന്നാണ് ഒരു ലോ ഫോർമുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു m1 × m2 ഡിവൈഡ് ബൈ d² കിട്ടി. ഓക്കെ, ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റിയിട്ട് ഈക്വൽ ടു ഇട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ ഈക്വൽ ടു ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം ഒരു ഈക്വൽ ടുവിന്റെ ഫോമിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം ഈക്വൽ ടു ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പുതിയ ഒരു വേരിയബിളോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ജി എന്ന വേരിയബിൾ ഇട്ടു. ഓക്കെ, അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ഈ പ്രൊപ്പോർഷണാലിറ്റി മാറാനായിട്ട് ഈക്വൽ ടു ജി എന്ന് എഴുതാം. ജി ഇൻറ്റു ബാക്കിയുള്ളത് m1 × m2 ഡിവൈഡഡ് ബൈ d². അപ്പോൾ എന്ത് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 × m2 ഡിവൈഡ് ബൈ d² എന്ന് കിട്ടി. ഓക്കെ, എങ്ങനെയാണ് ഈ ജി വന്നത്? ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്നാണ് പറയാം. പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റാനായിട്ട് പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്ക് ഈക്വൽ ടു ആക്കണം. ഈക്വൽ ടു ആക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്ത് കൊടുക്കണം? ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കണം. ആ കോൺസ്റ്റന്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജി എന്ന് പറയുന്നത് എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, ജി ഈസ് ദ ഗ്രാവിറ്റി. ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ബോക്സിൽ കൊടുക്കുന്നത്. ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, ജിക്ക് ഒരു വിലയുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ജി ഈസ് ഈക്വൽ ടു എന്താണ്? 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ജിയുടെ വില എന്ന് പറയുന്നത് 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുന്ന വിലയാണ്. It was Henry Cavendish, a scientist, who determined the value of the G for the first time through experiment. അപ്പോൾ ഈ ജിയുടെ വില 6.67 × 10⁻⁻11 ആണ് കണ്ടുപിടിച്ചത് സയന്റിസ്റ്റ് ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ, ഇപ്പോൾ ഹെൻറി കാവൻഡിഷ് ആണ് ജിയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ലോ പ്രപ്പോസ് ചെയ്ത ഐസക് ന്യൂട്ടൺ ആണ്. ഈ ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ഏത് രണ്ട് വസ്തുക്കളും തമ്മിൽ പരസ്പരം ഒരു ആകർഷണ ബലമുണ്ട്. ഈ ആകർഷണ ബലം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആ രണ്ട് വസ്തുക്കളുടെ തൂക്കത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആ രണ്ട് വസ്തുക്കൾ എന്തോരം ദൂരത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യുക? തൂക്കം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. തൂക്കം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഴ്സ് കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു 10 കിലോ ഉള്ള തന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിരിക്കില്ല 100 കിലോനുള്ളത്. 100 കിലോ ഭൂമിയായിട്ട് കൂടുതൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ മാസ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 × m2 പ്രൊഡക്റ്റ് ഓഫ് ദ മാസസ്. ഓക്കെ, ഇനി എന്ത് പറയുന്നു? എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ എന്നാണ് പറയുന്നത്.
അപ്പം ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, വെറും ഡിസ്റ്റൻസ് അല്ല, അത് ഓർത്തിരിക്കണം. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുന്തോറും നമ്മുടെ ഫോഴ്സ് കുറയുന്നു. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് 2 മടങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഡിസ്റ്റൻസ് അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ അത് നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഒരു കാര്യം ഓർത്താൽ മതി. ഓക്കെ, ഡിസ്റ്റൻസ് കുറയും തോറും ഫോഴ്സ് കൂടും. ഓക്കെ, ഡിസ്റ്റൻസ് കുറയും തോറും ഫോഴ്സ് കൂടും, ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫ് പ്രൊപ്പോർഷണൽ ടു m1 ഇൻറ്റു m2 എഫ് പ്രൊപ്പോർഷണൽ ടു 1/d², രണ്ട് കമ്പൈൻ ചെയ്യാണ്. എഫ് പ്രൊപ്പോർഷണൽ ടു m1 ഇൻറ്റു m2 ഡിവൈഡ് ബൈ d². ഇവിടെ മുകളിൽ 1 ആണ്, അതുകൊണ്ട് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ സെയിം തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷനാലിറ്റി ചിഹ്നം മാറ്റി ഒന്ന് ഈക്വൽ ടു ഇടാണ്. ഈക്വൽ ടു ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് ജി എന്ന് പറയുന്നത്. ഈ ജിയുടെ പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡ് ബൈ d². നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഈക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈക്വേഷൻ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡ് ബൈ d². m1 എന്ന് പറയുന്ന മാസ് ഓഫ് ദ ഫസ്റ്റ് ബോഡി, m2 എന്ന് പറയുന്ന മാസ് ഓഫ് ദ സെക്കൻഡ് ബോഡി ഡിവൈഡ് ബൈ d² എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോഡി. d² ആണ്, 2 അല്ല സ്ക്വയർ. ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനുണ്ട്. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഇക്വേഷൻ പഠിച്ചാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇക്വേഷൻ പഠിക്കുക, ഇത് യൂണിവേഴ്സ് ലോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വായിക്കാണ്ട് ഒരു നിവൃത്തിയില്ല, വായിച്ച് പഠിക്കുക തന്നെ വേണം. ഓക്കെ, വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു.